അതല്ലെങ്കിൽ അങ്ങനെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ളപ്പോൾ ഒരാളും വന്ന് ചോദിക്കൂലടാ. ഇല്ലാണ്ടാവുമ്പോഴില്ലേ ചേച്ചി എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ, ചേച്ചി എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനെന്ന് ചോദിച്ചു വരൂ കേട്ടോ. അപ്പം ഇന്നാണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞു, ഞങ്ങൾക്കും കൂടി ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. അപ്പം ചേച്ചി ഷമീർ എന്ത് ചെയ്യുന്നറിയാം, പുട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്ന് അതും കറിയും കൂട്ടി കഴിച്ചിട്ടാ. ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല, പിന്നെ ഞാൻ പുഴുങ്ങിയ പഴുരിപ്പുണ്ടായിരുന്നു, അതും ഒരു ഗ്ലാസ് ചായയും കുടിച്ച്. എനിക്കാണെങ്കിൽ ഒരു തൃപ്തിയല്ല. പുച്ചക്ക് ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ പുച്ചക്ക് ചോറും തേഞ്ഞില്ല. പിന്നെ ഞാൻ എന്തായിരുന്നു ഗോതമ്പൊടി ഇരുന്നേച്ച് ഗോതമ്പൊടിയും വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയൊന്നും ഇല്ലാതെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഗോതമ്പൊടിയിലേക്ക് ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും പിന്നെ അതേപോലെ 2 തക്കാളി കണ്ടം മുണ്ടായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്ത്. ഞാൻ തട്ടിക്കൂട്ട് ദോശ എന്നൊക്കെ വെറുതെ പറഞ്ഞാട്ടാ, ഓരോളത്തിനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാ. ഇത് മിക്സിയിലിട്ടൊക്കെ അടിക്കാനുള്ളതാണ്, പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ മിക്സിയിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തൊരു പാത്രത്തിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഞാൻ എന്ത് ഇതിലേക്ക് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ അതേപോലെ 2 പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും അതേപോലെ ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ മല്ലിയില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ദോശയൊക്കെയാണ്, പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് നോക്കും. അപ്പം നമ്മുടെ കടയിൽ എന്താണ് ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് ഉണ്ടാകുന്നത് അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചത് അതെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലിക്ക് ഇതേപോലെ ചമ്മന്തി അരച്ചിട്ട് കടുകൊക്കെ വറുത്ത് ഇടും, പക്ഷേ ഇപ്പം ഞാൻ താളിക്കാനോ തൂളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം തന്നെ എന്ത് ചെയ്ത് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോണേണ്. അപ്പോൾ ദോശ നമ്മുടെ പാൻ ചൂടായപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടാ. പിന്നെ ഇതിൽ നമ്മൾ സവാളയും മറ്റുള്ള സാമഗ്രികളൊക്കെ ഇട്ടത് കൊണ്ടിട്ട് തന്നെ കയ്യിൽ കൊണ്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ പണി ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ മാപ്പ് പോലെയൊക്കെ വരും. അങ്ങനെ ഞാൻ കുറച്ച് ഓയിലൊക്കെ അങ്ങോട്ട് തടയി കൊടുത്ത് തിരിച്ചും മറിച്ച് ദോശ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറിയൊന്നും ഇല്ലാതെയും കഴിക്കാം, പക്ഷേ വേണമെങ്കിൽ ചമ്മന്തി അരച്ച് കഴിക്കാം കേട്ടോ. അപ്പം ഞാനേ ദോശയൊക്കെ ചുട്ട് ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴില്ലേ സത്യം പറഞ്ഞാൽ ചൂടുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് നിരനിരയായിട്ട് നമ്മുടെ ദോശക്കൂട്ടന്മാരെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ചമ്മന്തിയുടെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ഒന്നും പച്ചമുളക് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, നല്ല എരിവുണ്ടായിരുന്നു. ചില സമയത്ത് കിട്ടുന്ന പച്ചമുളക് ഇച്ചിരി എരിവ് കൂടുതലാണെന്ന് തോന്നണം. ആകെ 5 ഇട്ടുള്ളൂ. എന്തെങ്കിലും ആട്ടെ. അപ്പം നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കണം. രാവിലെയോ രാത്രിയോ ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയും ചട്നിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉണ്ടാക്കാൻ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.